ഹേ ഗായ്സ്, ഇന്നൊരു വാട്ട ഈറ്റിൻ്റെ ഡേ ആണ്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഉപ്പുമാവായിരുന്നു. ഉപ്പുമാവും പഴമായിരുന്നു. എനിക്കങ്ങനെ ഉപ്പുമാവ് വെറുതെ കഴിക്കാൻ ഇഷ്ടമില്ല ഗൈസ്. എനിക്ക് എന്തെങ്കിലും സൈഡ് വേണം, ഉപ്പേരിയോ വല്ല ചാറോ അല്ലെങ്കിൽ അച്ചാറെങ്കിലും എനിക്ക് കിട്ടണം. എനിക്ക് വെറുതെ ഉപ്പുമാവ് കഴിക്കാൻ ഭയങ്കര മടിയാണ്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പഞ്ചാബി സമൂസ കഴിച്ചു. എനിക്കങ്ങനത്തെ നോർത്ത് ഇന്ത്യൻ ഐറ്റംസൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ അത്യാവശ്യം നല്ല രീതിക്ക് എൻജോയ് ചെയ്ത് കഴിച്ചായിരുന്നു കേട്ടോ. പിന്നെ ഞാനൊരു ഷേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചിക്കു ഷേക്കായിരുന്നു. അതും അത്യാവശ്യം നല്ല അടിപൊളിയായിരുന്നു. ഒരുപാട് ടൂട്ടി ഫ്രൂട്ടി നട്ട്സൊക്കെ ഇട്ടിട്ട് അത്യാവശ്യം തിക്ക് ഷേക്കായിട്ട് തന്നെ തന്നു. എനിക്കിഷ്ടമായി. സോ ലോങ് ഞാൻ ചിക്കു കഴിക്കണം. പിന്നെ ഇതൊരു ഫ്ലോപ്പ് ദഹിപ്പൂരി ആയിരുന്നു കേട്ടോ. ഞാൻ ഒരുപാട് ആശിച്ച് മോഹിച്ച് ഞാൻ ഓർഡർ ചെയ്ത് കാത്തിരുന്ന് വന്നത് ഇങ്ങനെയായിപ്പോയി. ബട്ട് ഇറ്റ്സ് ഓക്കെ, ഞാനത് ഫുള്ള് കഴിച്ചു. ദെൻ ഞാൻ ഷേക്ക് കംപ്ലീറ്റ് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങി ഞാൻ വീട്ടിൽ വന്നിട്ടൊന്നും കഴിച്ചില്ല. പിന്നെ ഒരു 7 മണിയൊക്കെ ആയപ്പോഴത്തേനും എനിക്ക് വിശക്കാൻ തുടങ്ങി. അപ്പോൾ ദാറ്റ് സെയിം ഉപ്പുമാവും കുറച്ച് മീൻകറിയും കൂടി എടുത്ത് കട്ടൻ കാപ്പിയായിട്ട് ഞാൻ അങ്ങോട്ട് കഴിച്ചു ഗൈസ്. അത് മതി. ഇനിയിപ്പോൾ ഡിന്നറായിട്ട് ഇനി വേറെ ഒന്നും കഴിക്കേണ്ടെന്നൊക്കെ വിചാരിച്ച് അടുക്കള പോയപ്പോൾ അവിടെ പപ്പായ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ പപ്പായയും ഞാൻ കുറച്ച് എടുത്ത് കഴിച്ചു. ഇനിയിപ്പോൾ ഒന്നും കഴിക്കണില്ല, അതൊക്കെ മതി. ഡിന്നർ ഹെൽത്തി ആയി എന്നൊക്കെ പറഞ്ഞിരുന്ന് കിടന്നുറങ്ങി. അത് കഴിഞ്ഞപ്പോൾ ഒരു 2 മണി 2:30 ആയപ്പോൾ എൻ്റെ ഹസ്ബൻഡിനെ വിശന്ന് ആൾ എന്നോട് പറയാതെ സർപ്രൈസായി ഓർഡർ ചെയ്ത് റൂമിലേക്ക് കൊണ്ടുവന്നതാണിത്. ഇതും ഞാൻ കഴിച്ചു ഗൈസ്. ഹെൽത്തി ആയി. ഇല്ലെങ്കിൽ ഞാൻ ഷുഗറൊന്നും ഇനി കഴിക്കില്ല. കുറച്ച് നാൾ ഷുഗർ കട്ടാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഹെൽത്തി ഇങ്ങനെ ഇങ്ങനത്തെ അൺഹെൽത്തി ഫുഡൊന്നും കഴിക്കില്ല എന്ന് വിചാരിച്ചിരിക്കുമ്പോഴൊക്കെ എൻ്റെ ഹസ്ബൻഡ് കണ്ണിറങ്ങി എനിക്ക് വാങ്ങിത്തരും. അതാണ് എൻ്റെ ഹസ്ബൻഡ് എപ്പോഴും ചെയ്യാറുള്ളത്. വേദു അതിൻ്റെ ഇടയിൽ എണീച്ച് വന്ന് വേദുവും എന്തൊക്കെയോ എടുത്ത് കഴിച്ചു കേട്ടോ. അപ്പോൾ ഇതുപോലെ പാതിരാത്രി വിശപ്പിൻ്റെ വിളി വരുന്ന ഹസ്ബൻഡ്സ് ഉള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനിയും ഇതുപോലുള്ള ക്രേവിങ്സ് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ ഈ ഒരു വാട്ടായി ഈറ്റിൻ്റെ ഡേ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഗൈസ്. അപ്പോൾ ടാറ്റാ.